ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. സിമീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നെത്തോലി വെച്ചുള്ള ഒരു തോരനാണ്. അപ്പോൾ അതിനു മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഇനി നെത്തോലി തോരൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം കുറച്ച് നെത്തോലി എടുത്തിട്ടുണ്ട്, ക്ലീൻ ചെയ്തെടുക്കാം. നെത്തോലി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലെ മുള്ള് ഇളക്കി മാറ്റിയാണ് എടുത്തിരിക്കുന്നത്. ചില ആൾക്കാർക്ക് ഇതിൻ്റെ മുള്ളിരുന്നാൽ വയറുവേദന ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് ഇളക്കി മാറ്റിയത്. ഇനി തോരത്തിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായി ഒരു വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, സവാള. ചെറിയ ഉള്ളിയാണ് ഇതിന് കൂടുതലും ടേസ്റ്റ് വരുന്നത്, അതായത് കുഞ്ഞുള്ളി. സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത്. ഇവയെല്ലാം എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയാണ് ഈ തോരത്തിന് പ്രധാനമായി ആവശ്യമുള്ളത്. ഇഞ്ചി ഇടാൻ മറക്കരുത്. ഇനി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനുശേഷം കടുകിട്ട് പൊട്ടുമ്പോൾ കുറച്ച് ഉലുവ ഇട്ട് പൊട്ടിക്കുക. അതിനുശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഒന്ന് ചിക്കിയെടുക്കാം. അതിനുശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നീളത്തിലരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ചിക്കിയെടുക്കാം. ഒന്ന് നിറം മാറി വരുമ്പോഴേക്കും കൊത്തിയരിഞ്ഞ സവാള ഇട്ട് കൊടുക്കാം. നീളത്തിലരിഞ്ഞ പച്ചമുളകും ഇട്ട് കൊടുക്കാം. അത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കാം. ചെറിയ ഉള്ളി ഉള്ളവർ അത് ഇടുന്നതാണ് കൂടുതൽ നല്ലത്, ടേസ്റ്റ് നൽകുന്നത്. ഇതിപ്പോൾ ഞാൻ സവാള ഇട്ടെന്നേ ഉള്ളൂ. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായി വഴഞ്ഞു വന്നതിന് ശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട് കൊടുക്കാം. കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. പുളി പിഴിഞ്ഞ വെള്ളം അതിലേക്ക് ചേർക്കാം. ചില ആൾക്കാർ പുളി ഇടാറില്ല. തോരത്തിനായതുകൊണ്ട് തന്നെ പുളി ഇടാറില്ല. നമ്മളിവിടെ പുളി ഇടാറുണ്ട്. അടച്ചു വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റ് വേവിച്ചാൽ മതി, അധികം വെന്തു പോകരുത്. അപ്പോഴേക്കും തോരത്തിന് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. 1 കപ്പ് തേങ്ങയും മഞ്ഞൾപ്പൊടിയും കൂടി അരച്ചെടുക്കാം. പാകമായിട്ടുണ്ട്. നെത്തോലി നെയ്യെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് ഈ മിക്സ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ചെറുതായി ഒന്ന് ചിക്കിയെടുക്കാം, അല്ലെങ്കിൽ നെത്തോലി പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അരപ്പ് എല്ലാ ഭാഗത്തും വരും വിധം മിക്സ് ചെയ്തെടുക്കാം. വളരെ രുചികരമായ നെത്തോലി തോരൻ റെഡിയായിട്ടുണ്ട്. ഇത് അപ്പം, ചപ്പാത്തി, ചോറ് തുടങ്ങിയവയുടെ എല്ലാം കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഇത് കുട്ടികൾക്കും ഇഷ്ടപ്പെടും. മാത്രമല്ല, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.